ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞങ്ങളുടെ യാത്ര വന്നിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ. ഇവിടെ തബൂക്കിൽ ഒരു ക്ലബ്ബുണ്ട്, മലർവാടി എന്ന് പറഞ്ഞിട്ട്. അവരെ വക ഇവിടുത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും, കുട്ടികൾ ഇവിടെ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ഇവിടെ വന്ന കുട്ടികളായിക്കോട്ടെ, എല്ലാവർക്കും ഒരു പ്രോഗ്രാം. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കുട്ടികളുടെ കഴിവും കലാകായികപരമായിട്ടുള്ള എല്ലാ കഴിവും ഇവിടെ പ്രകടിപ്പിക്കാം. ഇവർ വെറുതെ സംഘടിപ്പിക്കുകയല്ല കേട്ടോ. ഇതിന് എല്ലാവർക്കും ജഡ്ജ്മെൻ്റ് ഉണ്ട്, അതിനനുസരിച്ച് സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട്. സിംഗിൾ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, ഒപ്പന, അങ്ങനെ പറഞ്ഞിട്ട് പല പരിപാടീസും ഉണ്ട്. ഞങ്ങളൊരു കൂട്ടം ഫ്രണ്ട്സ് തന്നെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. നല്ല രസമായിരുന്നു ഇന്നത്തെ. പിന്നെ അതുപോലെ നമുക്കിപ്പം എന്ത് പരിപാടി ഉണ്ടെങ്കിലും, ഈ പെയിൻറ്റിങ്, ഡ്രോയിങ്, എന്തിനും ഇവിടെ ഒരു അവസരമാണ്. കുട്ടികൾക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരമാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, എൻ്റെ മോനെന്നെ അവിടെ നിന്ന് തുള്ളിച്ചാടാം. ഇത് കൂടാതെ ഇവിടെ വേറെ ഒന്നുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചത് സ്റ്റാളുകൾ കേട്ടോ. ഓരോരുത്തരും ഓരോ സ്റ്റാൾ വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ്സ് ആയിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഇടയിലേ മോനിക്ക് കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നപ്പം ഇറിറ്റേഷൻ തോന്നിയിട്ട് അവന് പുറത്തേക്ക് പോയി. പുറത്ത് ഭയങ്കര തണുപ്പായിരുന്നു, അധികം നേരം നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ആ പരിപാടി നടക്കുന്നിടത്തേക്ക് തന്നെ പോയി. അപ്പോൾ ഗ്രൂപ്പ് ഡാൻസ് എല്ലാം തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. കുട്ടികളെല്ലാവരും കൂടെ കളിക്കുമ്പോഴേ നമുക്ക് പഴയൊരു വൈബൊക്കെ പോയി. നമ്മൾ സ്കൂളിൽ കുട്ടികളായി കളിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഫീലിംഗ് പിന്നീട് പോയത് ഞാൻ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാ അമ്മമാരും അങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതുപോലൊക്കെ പ്രവാസികൾക്കും ഇങ്ങനെയൊക്കെ അവരെ മൈൻഡൊന്ന് റിലാക്സ് ആവാൻ ഇങ്ങനെയൊക്കെ ഒരു പരിപാടി വെക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളെ അഭിപ്രായം കമൻ്റ് ചെയ്യണേ. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്നത്തെ പ്രോഗ്രാം ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ അവിടുന്ന് ഫുഡും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി, പെട്ടെന്ന് തന്നെ ഇറങ്ങി. മോനുക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ 9 മണി കഴിഞ്ഞിട്ടുണ്ട്. വേഗം ഇറങ്ങി റൂമിലെത്തുന്ന മുന്നേ തന്നെ മറ്റാൾ സൈഡായിക്കണം കേട്ടോ. ആൾക്ക് അവിടെ നിന്ന് തന്നെ ഉറക്കം വരുന്നുണ്ട്. അപ്പം ഭയങ്കര ശീലക്കേടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. പോകുന്ന വഴിയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ സൂപ്പർ മാർക്കറ്റിലും കയറി സാധനം വാങ്ങി അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. ഉറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഈ കാഴ്ച. പിന്നെന്തൊക്കെയാണ്, ഇങ്ങനത്തെ ഡെയിലി വ്ളോഗ്സ് ഞാൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ശരി, അസ്സലാമു അലൈക്കും.